ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയും അനിയും തമ്മിലുള്ള കേസൊക്കെ തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനന്തപുരിക്കാരിൽ നിന്ന് വലിയൊരു തുകയാണ് അനാമികയും കുടുംബവും നഷ്ടപരിഹാരമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ആ ഒരു പണവും കൊണ്ട് കാമുകനുമായിട്ടുള്ള സന്തോഷകരമായ ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുകയാണ് അനാമിക. അപ്പോൾ വേണുവിൻ്റെ അവധിയും അനാമികയോട് ചോദിക്കുന്നുണ്ട്, ആ പയ്യനെ വിശ്വസിക്കാൻ പറ്റുമായിരിക്കുമല്ലേ? നീ സെലക്ട് ചെയ്തതാണ്, നിന്റെ സെലക്ഷൻ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ആദ്യത്തെ കല്യാണം തന്നെ നിനക്കറിയാമല്ലോ, അത് ഏത് രീതിയിലായെന്ന്. അപ്പം അനാമിക പറയുന്നുണ്ട്, അതിന് ആദ്യത്തെ വിവാഹം ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവൻ്റെ സ്വത്തിന് വേണ്ടി മാത്രമല്ലായിരുന്നു വിവാഹം കഴിച്ചത്. അത് അച്ഛനും അറിയാവുന്ന കാര്യമല്ലേ, പിന്നെന്തിനാ അച്ഛനിപ്പോൾ ഇങ്ങനൊക്കെ പറയുന്നത്? അപ്പോൾ വേണു പറയുന്നുണ്ട്, അത് ശരിയാണ്, പക്ഷേ അവൻ്റെ കൂടെയുള്ള ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ലത് അത് തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെന്തായാലും ഒരിക്കലും നടക്കില്ല. നേരം നിറയില്ലാത്ത അവൻ്റെ കൂട്ടത്തിൽ ഒന്നിച്ചുള്ള ജീവിതം അതെന്തായാലും നടക്കില്ല. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളത് എന്നെ സ്നേഹിക്കുന്ന നേരും നിറയുമുള്ളത് നല്ലൊരുത്തനാണ്. എന്നെ ഒരിക്കലും അവൻ ചതിക്കില്ല, അവൻ അന്തസ്സുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെ അനാമിക പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ആ അതെന്തായാലും ഇനിയിപ്പോൾ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞ് വേണു അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം അനാമിക മനസ്സിലിങ്ങനെ കാമുകനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ ചിന്തിക്കുകയാണ്, അവനെ ഒരു സർപ്രൈസ് കൊടുത്താലോ എന്ന്. സ്ഥിരമായി കാണാറുള്ള ആ സ്ഥലത്ത് തന്നെ അവനുണ്ടാകുമെന്ന് അവൾക്കുറപ്പാണ്. അങ്ങനെ അവനറിയാതെ അവന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് അവനെ കാണാൻ പോകാമെന്ന് കരുതി അവൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയ അനാമിക ഗിഫ്റ്റ് വാങ്ങാനായി ഒരു കടയിലേക്ക് കയറുന്നുണ്ട്. അവിടെ വെച്ച് അവൾ അനിയെ കാണുന്നുണ്ട്. അനിയെ കാണുമ്പോൾ അനാമിക വന്ന് ചോദിക്കുന്നുണ്ട്, ഓ നിനക്കിപ്പോൾ സ്വാതന്ത്ര്യമായല്ലോ, ഇനിയിപ്പോൾ മൊട്ടച്ചിയും കൊണ്ട് കറക്കമായിരിക്കുമല്ലേ നിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ നീ എന്തിനാ ഇപ്പം അറിയുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കി പോയാൽ പോരെ? നീ ഇപ്പോൾ എൻ്റെ സ്വത്തിന് വേണ്ടി കേസും വഴക്കുമൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ. നിന്റെ ലക്ഷ്യം എൻ്റെ സ്വത്തും പണവും മാത്രമായിരുന്നില്ലേ? നീ ഇത്രയ്ക്കും തരം താഴ്ന്നൊരു പെൺകുട്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. അന്തസ്സുള്ള പെൺകുട്ടികൾ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ സ്വത്തിലാണ് അഹങ്കാരം കാണിച്ച് നടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അനാമികേനെ അനി നാണം കെടുത്തുന്നുണ്ട്. അപ്പം അനാമിക പറയുന്നുണ്ട്, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് നഷ്ടപരിഹാരം കിട്ടിയേ പറ്റൂ. എൻ്റെ ജീവിതമാണ് നീ തുലച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്റെ ജീവിതം ഞാൻ എന്ത് തുലച്ചു എന്ന്? നിന്നെ എനിക്കിഷ്ടമില്ല, ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യമൊക്കെ വിവാഹത്തിന് മുമ്പേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതായിരുന്നല്ലോ. അന്ന് അതൊന്നും കേൾക്കാതെ എൻ്റെ സ്വത്ത് മാത്രം ആഗ്രഹിച്ച് വന്നവളല്ലേ നീ എന്നൊക്കെ പറയുന്നുണ്ട് അനി. അങ്ങനെ പിന്നീട് അനാമിക ഗിഫ്റ്റ് വാങ്ങിച്ചതൊക്കെ കണ്ട് അനി പറയുന്നുണ്ട്, ഓ കാമുകനുള്ള ഗിഫ്റ്റ് ആയിരിക്കും, എത്ര നാൾ പോകുമെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവനെന്തായാലും നിന്നെപ്പോലല്ല, അവൻ അന്തസ്സുള്ള കൂട്ടത്തിലാണ്. നിന്നെപ്പോലെ കണ്ട പെമ്പിള്ളാറ് പിന്നാലെ നടന്നിട്ട് വഴിതെറ്റി കിടക്കുന്ന ഒരാളല്ല. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടവൻ. അപ്പോൾ അനി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഒരാൾ എങ്ങനെ ഇരിക്കുന്നു, അയാളുടെ സ്വഭാവം എന്താണെന്നൊക്കെ അയാളെ കാണുമ്പോൾ തന്നെ എനിക്കറിയാം. അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ അതിനെ കൂടുതൽ വെള്ളപൂശാനൊന്നും നിൽക്കേണ്ട എന്നൊക്കെ അനി പറയുന്നുണ്ട്. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, നീ നിന്റെ മുട്ടച്ചിയെ നോക്കി നടന്നാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ വരണ്ട എന്ന് പറഞ്ഞ അനാമിക അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അനാമിക അവർ തമ്മിൽ എന്നും കാണാറുള്ള ആ പാർക്കിലേക്ക് പോകുമ്പോൾ അവളുടെ കാമുകൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അനാമിക അവിടേക്ക് വരുന്നത്. കാരണം അവൻ്റെ കൂടെ മറ്റൊരു പെണ്ണുകൂടിയുണ്ട്. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് അനാമിക കാണുന്നത്. ഇത് കാണുമ്പോൾ അനാമികയ്ക്ക് ആകപ്പാടെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നുണ്ട്. ഒരുമാതിരി ഭ്രാന്തി പിടിച്ചൊരവസ്ഥയിലേക്ക് അനാമിക പോകുന്നുണ്ട്. അങ്ങനെ ആ ഗിഫ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഒരു ഭ്രാന്തിയെപ്പോലെ അവൾ ആ കാമുകൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എടാ ചതിയ, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ? നീ എന്താ എൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിയിട്ട് എൻ്റെ കയ്യിലെ കാശൊക്കെ അടിച്ചു മാറ്റാനുള്ള പദ്ധതിയായിരുന്നു നിനക്ക് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, അതിന് നിന്റെ കയ്യിൽ എവിടുന്നാ കാശ്? നീയോ ആ അനന്തപുരിക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കാൻ നടക്കുമല്ലേ? എൻ്റെയും ആവശ്യം അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചിന്താഗതിയെ തെറ്റു പറയാനുള്ള ഒരവകാശവും നിനക്കില്ല. നീ അത്രത്തോളം തരം താഴ്ന്നവളാണല്ലോ. അതുകൊണ്ട് തന്നെ എന്നെ തിരുത്താനോ എന്നെ ഭരിക്കാനോ നീ വരണ്ട എന്നൊക്കെ പറയുമ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്നത്? അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതിന് ഞാനല്ലല്ലോ നിന്റെ പുറകെ നടന്നത്, നീയല്ലേ എൻ്റെ പുറകെ നടന്നത്.
അവൻ ഇതൊക്കെ പറയുന്നത് കേട്ട് ആകപ്പാടെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിലായി പോവാണ് അനാമിക. എന്നിട്ട് അനാമിക വിളിച്ച് പറയുകയാണ്, എടാ ചതിയ, നിന്നെ ഞാൻ എന്തോരം വിശ്വസിച്ചു. നീ എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അനന്തപുരിയിൽ നിന്ന് കിട്ടുന്ന നഷ്ടപരിഹാരം കൊണ്ട് നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്ന് വരെ ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ടും നീ എന്തിനാ എന്നെ ചതിച്ചത്? നീ വെറുതെ എന്നോട് ഓരോന്നിങ്ങനെ സംസാരിക്കാൻ നിൽക്കണ്ട. എനിക്കിപ്പോൾ നിന്നോട് ഒരു താല്പര്യവും ഇല്ല. കാരണം നീ നിന്റെ ഭർത്താവിനെ തേച്ചിട്ട് ഏതൊക്കെ രീതിയിലാണ് അവനെ ഉപദ്രവിച്ചതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലൊരു പെണ്ണിനെ എനിക്ക് വേണ്ട. പിന്നെ എനിക്ക് ചുമ്മാ ടൈം പാസിനും നിന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്റെ കൂടെ നടന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് അനാമികയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അവൾ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അനിയുടെ അടുത്തേക്ക് എങ്ങനെയാ തിരിച്ചു പോവുക? അവനെ ഉപദ്രവിക്കാവുന്നതിൻ്റെ പരമാവധി ഞാൻ ഉപദ്രവിച്ചു. ഇനിയും അവൻ്റെ ഒരിക്കലോട്ട് തിരികെ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ലല്ലോ എന്നൊക്കെ അവളിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ച് അനന്തപുരിയിലേക്ക് കയറുക എന്നല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ഇനി അമ്മയുടെ കൂടെ എങ്ങനെയും സോപ്പിട്ട് തിരികെ അനന്തപുരിയിൽ കയറി പറ്റണം എന്നൊക്കെയാണ് അവൾ ചിന്തിക്കുന്നുണ്ട്. തിരിച്ചു കയറാൻ പറ്റിയാൽ അവിടെ അനിയുടെ ഭാര്യയായിട്ട് അവിടെ തന്നെ തുടരുന്നതാണ് എനിക്ക് നല്ലത് എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അനാമിക കാമുകനെ വിളിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. നിന്നെ ഞാൻ കാണിച്ചു തരാടാ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ തിരികെ വീട്ടിലെത്തിയ അനാമികയോട്, വിഷമിച്ച് നിൽക്കുന്ന അനാമികയോട് വേണുവും രേവതിയും ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റുമോളെ, എന്താ പ്രശ്നം? അത് പിന്നെ അച്ഛ, നിങ്ങൾ പറഞ്ഞത് സത്യമായിരുന്നു. അവൻ എന്നെ ചതിക്കുകയായിരുന്നു. അവന് എന്നോടുള്ളതുപോലെ തന്നെ പല പെൺപിള്ളാരോടും അടുപ്പത്തിലാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ മോളെ, ഇങ്ങനെയുള്ള പയ്യന്മാരെയൊന്നും നമ്മൾ വിശ്വസിക്കാനേ പാടില്ല. അവന്മാർക്ക് സമയം പോക്കിന് വേണ്ടിയിട്ട് ഓരോ പെൺപിള്ളാരെ മാറി മാറി പ്രേമിച്ച് നടക്കുന്നവന്മാരായിരിക്കും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതേ അച്ഛാ, തെറ്റു പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എന്തായാലും അനിയുടെ ജീവിതത്തിലേക്ക് തിരികെ എങ്ങനെയും കയറിപ്പറ്റാൻ ശ്രമിക്കണം. അതായിരിക്കും ശരിയായ വഴി. എന്നാലേ നമുക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇതൊന്നും ഒരിക്കലും അവൻ അറിയാനും പാടില്ല. അറിഞ്ഞാൽ പിന്നെ അതും പറഞ്ഞായിരിക്കും എന്നെ കളിയാക്കി കൊല്ലുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അനാമിക നമ്മുടെ ജാനകിയെ വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ വേണുവും പറയുന്നുണ്ട്, എന്തായാലും നീ അനിയുടെ അമ്മയൊന്ന് വിളിച്ചു നോക്ക്, അവരെ സോപ്പിട്ട് എങ്ങനെയും അവിടെ കയറി പറ്റാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, നീ വിളിച്ചു നോക്ക്. ചിലപ്പോൾ മൂർത്തി സാറിനെ ഇത്രയധികം ദ്രോഹം കിട്ടിയത് കൊണ്ട് തന്നെ മൂർത്തി സാർ അതിന് സമ്മതിക്കുമെന്ന് തോന്നില്ല, ജാനകി സമ്മതിച്ചാലും എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ എല്ലാ വഴികളും അടഞ്ഞു എന്നുള്ള അവസരത്തിൽ അനാമിക ജാനകിയെ വിളിച്ചു നോക്കുകയാണ്. എന്നിട്ട് അനാമിക ജാനകിയോട് കെഞ്ചി പറയുന്നുണ്ട്, അമ്മേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം. അനി അങ്ങനെയൊക്കെ എന്നോട് ചെയ്തപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അതിന് മോളെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യവുമില്ല. പിന്നെ അച്ഛൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അച്ഛൻ നിന്നെ ഇങ്ങോട്ട് കയറ്റണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ നിന്റെ കാര്യം ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ജാനകി ചോദിക്കുന്നുണ്ട്, അല്ല, നിനക്കെന്താ പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം? എന്താ ഇപ്പം ഇങ്ങനെ തോന്നാൻ കാരണമെന്നൊക്കെ ജാനകി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ എനിക്ക് അനിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്നെ ഓരോരോ ചിന്തകൾ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവൻ എന്നെ സ്നേഹിച്ചിട്ടില്ലെങ്കിലും ഞാൻ അവനെ സ്നേഹിച്ചിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട് അനാമിക. ആ സമയത്ത് ജാനകിയാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ജാനകി ചിന്തിക്കുന്നുണ്ട്, പാവം മോള്, ഇതൊന്നും അവൻ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ മുട്ടച്ചിയുടെ പിന്നാലെ നടക്കുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ജാനകി. അങ്ങനെ പിന്നീട് ജാനകി ഇക്കാര്യത്തെക്കുറിച്ച് മുത്തച്ഛനോട് സംസാരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അതേസമയം അനാമിക മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി ഒരു കോഫി കുടിക്കാനായിട്ട് കയറുന്ന സമയത്താണ് നമ്മുടെ അനി അവിടെ ഇരിക്കുന്നത് അനാമിക കാണുന്നത്. ഒറ്റയ്ക്കാണ്, അവൻ്റെ കൂടെ ആരും തന്നെ വേറെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനാമിക പതിയെ അനിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അനി, എന്തൊക്കെയുണ്ട് അനി വിശേഷം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അനി ചോദിക്കുന്നുണ്ട്, നീ ഇപ്പം എന്തിനാ എൻ്റെ വിശേഷങ്ങൾ തിരക്കുന്നത്? നമ്മൾ തമ്മിൽ ഇപ്പം യാതൊരു ബന്ധവും ഇല്ലല്ലോ. ആ ബന്ധം ഒഴിയാനുള്ള കേസല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്.
എന്തായാലും കേസ് നിനക്ക് അനുകൂലമായിട്ട് തന്നെ വന്നേക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കിപ്പോൾ കേസ് എടുക്കേണ്ടില്ലായിരുന്നു എന്ന് വരെ തോന്നുന്നുണ്ട്. നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഞാൻ എത്രയൊക്കെ നിന്നെ ഉപദ്രവിച്ചാലും നിന്നോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അനി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആഹാ, പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. നീ എന്താ എന്നെ വെറുതെ വിഡ്ഢിയാക്കാൻ നോക്കുകയാണോ? നിന്റെ സ്വഭാവം എന്താണെന്നത് തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ടല്ലോ. അതുകൊണ്ട് നീ അതിനുവേണ്ടി ശ്രമിക്കാൻ വേണ്ട. ഇപ്പം എന്താ നിന്റെ പുതിയ ഉദ്ദേശം, അത് പറ എന്നൊക്കെ പറയുന്നുണ്ട് അനി. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, എനിക്കൊരു ഉദ്ദേശവുമില്ല. എനിക്ക് നിന്നെ വേണം, നിന്റെ കൂടെ ജീവിക്കണം. എന്തായാലും ഒരു കാലത്ത് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നതല്ലേ എന്നൊക്കെ പറയുകയാണ് അനാമിക. സ്നേഹിച്ചതോ? നീ ആരെ സ്നേഹിച്ചു? എന്നെയോ? എന്നെയല്ലല്ലോ നീ സ്നേഹിച്ചത്, എൻ്റെ പണത്തെയല്ലേ. ആ രീതിയിലായിരുന്നല്ലോ നീ എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനി. അതൊക്കെ നീ ആ നന്ദുവിനെ സ്നേഹിക്കുന്നത് കൊണ്ടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു പോയതാ, അല്ലാതെ നിന്നോടൊരു ദേഷ്യവും എനിക്കില്ല. എനിക്കിപ്പോഴും നിന്നെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ കാമുകനുമായിട്ട് കറങ്ങി നടന്നു എന്നൊക്കെ നീ പറയുന്നത് അത് എനിക്ക് വെറും ടൈം പാസ് മാത്രമായിരുന്നു, അല്ലാതെ ഞങ്ങൾ തമ്മിൽ അതിരുവിട്ട യാതൊരു ബന്ധവുമില്ല. നീ എന്നെ അകറ്റി നിർത്തിയ സമയത്ത് എനിക്കൊരു താങ്ങായിട്ടും തണലായിട്ടും അവനെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അനു ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തേ ഇപ്പം അവനെ വേണ്ടേ? നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ എന്നെക്കാട്ടിലും നല്ല മാന്യതയുള്ള അന്തസ്സുള്ളവനാണ് അവനെന്ന്. എന്നിട്ടിപ്പോൾ എന്തേ? അവനും നിന്നെ തേച്ചിട്ട് പോയോ? അതുകൊണ്ടാണോ തിരികെ എൻ്റെ അരികെ തന്നെ വന്നേക്കാമെന്ന് നീ തീരുമാനിച്ചത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ആകപ്പാടെ ചമ്മി എന്ത് പറയണമെന്നറിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അനാമിക.